സർവകലാപോര്. കേരള സർവകലാശാലയിൽ അസാധാരണ ഭരണ പ്രതിസന്ധി. രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ VC മോഹനൻ കുന്നുമേൽ തിരിച്ചയച്ചു. പകരം താൽക്കാലികമായി ചുമതലയേറ്റ മിനി കാപ്പൻ ഒപ്പിട്ട ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനമടക്കം പിൻവലിക്കാനാണ് VCയുടെ നീക്കം. എന്നാൽ നിയമപരമായ തിരിച്ചടി മുന്നിൽ കണ്ട് അനിൽകുമാറിനെതിരെ നേരിട്ട് നീങ്ങേണ്ടതാണ് ഗവർണറുടെ തീരുമാനം. അതേസമയം രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിനി കാപ്പൻ VCക്ക് കത്തയച്ചു. കേരള സർവകലാശാലയിലെ അധികാരവടം വലിയിൽ കടുത്ത നിലപാടുകളിൽ നിന്ന് പിന്മാറുകയാണ് ഗവർണർ. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കില്ല. സിൻഡിക്കേറ്റ് തീരുമാനം മറികടന്ന് നീങ്ങിയാൽ നിയമപരമായി തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലിലാണ് പിന്മാറ്റം. ചട്ടപ്രകാരം രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ VCക്ക് താരതമ്യേന കൂടുതൽ അധികാരമുണ്ട്. അതുകൊണ്ട് സർവകലാശാലയിലെ വിഷയങ്ങൾ VC തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് ഗവർണറുടെ തന്ത്രപരമായ നിലപാട്. ഗവർണർ ഗ്രീൻ സിഗ്നൽ നൽകി ബാക്ക് സീറ്റിലേക്ക് മാറിയതോടെ VCയുടെ അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ വളഞ്ഞുപിടിക്കാനാണ് മോഹനൻ കുന്നുമലിന്റെ നീക്കം. സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ ഉത്തരവ് റദ്ദ് ചെയ്തതിനു ശേഷം ചുമതലയിൽ തിരികെ പ്രവേശിച്ച രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ തിരിച്ചയച്ചു. പകരം താൻ നിയോഗിച്ച രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ ഒപ്പിട്ട ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. വരട്ടെ, നോക്കാമെന്നാണ് ഇതിനോട് രജിസ്ട്രാർ അനിൽകുമാറിന്റെ പ്രതികരണം. സാറ് കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ ഒന്നും തന്നെ തുടർ നടപടിക്ക് വിധേയമാക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് VC നൽകിയിരിക്കുന്നത്. തീർന്നില്ല. തന്റെ നിർദ്ദേശം മറികടന്ന് രജിസ്ട്രാർ അനധികൃതമായി സർവകലാശാലയിൽ എത്തിയെന്ന് VC ചാൻസലറെ ഔദ്യോഗികമായി അറിയിച്ചു. രജിസ്ട്രാർ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനം പിൻവലിക്കാനുള്ള നീക്കവും തുടങ്ങി. സസ്പെൻഷനിലുള്ള അനിൽകുമാർ ഔദ്യോഗിക വാഹനം അനധികൃതമായി കൈവശം വെക്കുകയാണെന്ന് കാണിച്ച് വാഹനം പിൻവലിക്കാനുള്ള സാധ്യത പരിശോധിക്കുകയാണ് VC. തന്റെ നിർദ്ദേശം മറികടന്ന് രജിസ്ട്രാറെ സർവകലാശാല ആസ്ഥാനത്ത് കയറ്റിയ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനും ആലോചിക്കുന്നുണ്ട്. അതേസമയം ഒപ്പിട്ട ഫയലുകൾ VCയുടെ ഓഫീസ് മടക്കിയതിനു ശേഷവും രജിസ്ട്രാർ KS അനിൽകുമാർ ഫയലുകൾ നോക്കി തുടങ്ങി. ഇല്ലാത്ത അധികാരങ്ങളാണ് VC ഉപയോഗിക്കുന്നതെന്ന് കാണിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്ക് തന്നെ കത്ത് നൽകി. താൽക്കാലിക രജിസ്ട്രാറെ നിയമിച്ചത് നിയമവിരുദ്ധമാണെന്നും സിൻഡിക്കേറ്റ് യോഗം ഉടൻ വിളിക്കണമെന്നുമാണ് ആവശ്യം. ആരെങ്കിലും ഏതെങ്കിലും തെറ്റായ ഉത്തരവിൻ പ്രകാരം ഈ സർവകലാശാലയിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഫയൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സർവകലാശാലയുടെ തീരുമാനമായി മാറില്ല. അത്തരം പ്രവൃത്തി ചെയ്യുന്ന ആരായാലും, എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും, അവർ ഭാവിയിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. തർക്കമില്ല. എന്നാൽ രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ മിനി കാപ്പൻ VCക്ക് കത്ത് നൽകി. വിവാദങ്ങൾക്ക് താൽപര്യമില്ലെന്ന് കത്തിൽ പറയുന്നു. 13 ദിവസമായി സർവകലാശാലയിൽ എത്താത്ത VCക്കെതിരെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. RSSന്റെ തിട്ടൂരമനുസരിച്ചാണ് VC പ്രവർത്തിക്കുന്നതെന്ന വിമർശനം ആവർത്തിക്കുകയാണ് CPIM. നിസാര പ്രശ്നത്തിന്റെ പേരിൽ തുടങ്ങിയ സംഘർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല തകരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന നിസാരമായ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് തുടങ്ങിയ സംഘർഷം ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും തടവിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.